മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഷാവറയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുസ്തഫ ഫൈസി വീണ്ടും സമസ്ത വേദിയിൽ. സമസ്ത പോഷക ഘടകമായ സുന്നി മഹൽ ഫെഡറേഷൻ തിരൂരിൽ സംഘടിപ്പിച്ച നവോത്ഥാന സമ്മേളനത്തിലാണ് ഫൈസി പങ്കെടുത്തത്. നേതൃത്വത്തോടുള്ള നിലപാട് മയപ്പെടുത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പോ നമ്മുടെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ പ്രശ്നമുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, അതൊന്നും സംസാരിച്ച് നാം ആരും ആ വ്രണം വലുതാക്കാൻ ശ്രമിക്കരുത്. ഒരു വലിയ പ്രസ്ഥാനം, ലക്ഷോപലക്ഷം ജനങ്ങളുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേത്. അതിൽ ഒരുപാട് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സാധാരണക്കാരും പണ്ഡിതന്മാരും മഹാന്മാരായ നമ്മുടെ ഉമറാക്കളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരാൾ മാത്രമുള്ള പ്രസ്ഥാനത്തിന് അത് പ്രസ്ഥാനമെന്ന് പറഞ്ഞുകൂടാ, അവിടെ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായില്ല. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മാന്തി വലുതാക്കി വളരെ വലിയ മുറിവാക്കി നാം പ്രവർത്തിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ചിലത് നമുക്ക് പെട്ടെന്ന് അതിൽ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല, പക്ഷെ അത് ശരിയായിരിക്കും. അപ്പോ അവരെന്തു പറയുന്നു എന്നതാണ് എല്ലാ വിഷയത്തിലും നമുക്ക് പരിഗണിക്കാനുള്ളത്. വിവരങ്ങളുമായി റിയാസ് കെമാർ ചേരുന്നുണ്ട്. റിയാസ്, ഈ മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയിലെ ഈ വിഷയമൊക്കെ വലിയൊരു വിഷയമായി ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഷാവറയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട മുസ്തഫ തന്റെ വാക്കുകളിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായി എന്നുള്ളൊരു സൂചനയാണോ നൽകുന്നത്? ഗുഡ് മോർണിംഗ് ഹരിത. തീർച്ചയായും മുസ്തഫൽ ഫൈസിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹം സമസ്ത നേതൃത്വത്തിന്റെ പാതയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. നേരത്തെ സമസ്ത നേതൃത്വത്തിനെതിരെ പരോക്ഷമായ വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ സമസ്ത മുഷാവറയിൽ നിന്ന് കഴിഞ്ഞ മുഷാവറ യോഗത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നത്. തുടർന്ന് അത് ലീഗ് സമസ്ത ഭിന്നതയ്ക്ക് വഴിവെച്ചിരുന്നു. സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നടപടിയെല്ലാം കഴിഞ്ഞ് അത് സംബന്ധിച്ച ചർച്ചകളെല്ലാം സമൂഹ മാധ്യമങ്ങളിലടക്കം കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് വീണ്ടും ഈ മുസ്തഫൽ ഫൈസി സമസ്തയുടെ വേദിയിലേക്ക് എത്തുന്നത്. സമസ്തയുടെ വേദി എന്ന് പറയുന്നത് സമസ്തയുടെ പോഷക ഘടകമായ സുന്നി മഹല്ല് ഫെഡറേഷന്റെ വേദിയിലാണ്. തിരൂരിൽ നടന്ന സമ്മേളനത്തിലാണ് എത്തുന്നത്. ഈ സമ്മേളനത്തിൽ മുസ്തഫൽ ഫൈസിക്ക് ഒപ്പമുണ്ടായിരുന്നത് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അതേ വേദിയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സുന്നി മഹല്ല് ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുണ്ടായിരുന്നു. കൂടാതെ സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വി ഉണ്ടായിരുന്നു. ഒപ്പം നാസർ ഫൈസി കൂടത്തായി ഉണ്ടായിരുന്നു. അബ്ദുസമദ് പൂക്കോട്ടൂരടക്കമുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കളടക്കം ഈ മുസ്തഫൽ ഫൈസിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗം മനസ്സിലാകുന്നത് നേരത്തെ നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച, അതായത് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത് പിന്നീട് വന്നവരല്ല എന്ന തരത്തിൽ വിമർശിച്ച ആ മുസ്തഫൽ ഫൈസി ഇപ്പോൾ നേതൃത്വത്തിനൊപ്പം പോകുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ വാർത്ത നൽകിയതാണ്, സമസ്ത നേതൃത്വം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിദേശത്ത് നിന്ന് വന്ന ഉടൻ തന്നെ 19-ന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാരും ഒപ്പം തന്നെ ട്രഷറർ പി ഉമർ മുസ്ലിയാർ കൊയ്യോടും MT അബ്ദുള്ള മുസ്ലിയാരും അടക്കമുള്ള ഉന്നത നേതൃത്വം വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൂടി ചൂണ്ടിക്കാണിച്ച് അതിന് തൊട്ടു പിന്നാലെ നടന്ന ഈ SMFന്റെ തിരൂരിലെ സമ്മേളനത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു എന്നുള്ളത് സമവായത്തിന്റെ പാത തെളിയുന്നു. ഒപ്പം തന്നെ ഈ മുസ്തഫൽ ഫൈസി വീണ്ടും സമസ്തയുടെ നേതൃപദവിയിലേക്ക് തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. സുന്നത്ത് ജമാഅത്തിനിടയിൽ പ്രശ്നങ്ങളുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്, അതൊന്നും സംസാരിച്ച് ആരും ആ വ്രണം വലുതാക്കരുത്. ലക്ഷോപലക്ഷം ആളുകളുള്ള ഉലമാക്കളും ഉമ്മറാക്കളും, അതായത് പണ്ഡിതന്മാരും നേതാക്കളും അണികളുമുള്ള ഒരു സംഘടനയാണ് സമസ്ത. ഏതെങ്കിലും ഒരാൾ മാത്രമുള്ള പ്രസ്ഥാനമാണെങ്കിൽ ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ ആശയ തീവ്രതയുള്ള കുട്ടികളുണ്ടാകും, ഞാനും അതുപോലെയാണ്, തനിക്ക് ആശയ തീവ്രതയുള്ള ഒരാളായതുകൊണ്ടാണ് അത്തരം വാക്കുകൾ പറഞ്ഞു പോയത് എന്ന തരത്തിലുള്ള ഒരു കുറ്റബോധം മുസ്തഫൽ ഫൈസിയുടെ വാക്കുകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്തി വലിയ മുറിവാക്കി ആരും പ്രവർത്തിക്കരുത്. മഹാന്മാരായ സമസ്ത നേതാക്കൾ ഇന്ന് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അതിനൊപ്പം നിൽക്കാനാണ് നമ്മൾ ബാധ്യസ്ഥരെന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായി മുസ്തഫൽ ഫൈസി നേതൃത്വത്തിന്റെ പാതയിലേക്ക് വരുന്നു, ഒപ്പം തന്നെ നേതൃപദവിയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനകളാണ്. അങ്ങനെയെങ്കിൽ മുസ്തഫൽ ഫൈസി വീണ്ടും മുശാവറയിൽ എത്തുമോ എന്നുള്ളതെല്ലാം വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ് ഹരിത.